ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പാകിസ്ഥാനിലെ നവാസ് ഷെരീഫിനെ കുറച്ചേറെയായി ഇന്ത്യയോട് പാകിസ്ഥാൻ ചെയ്ത പല കാര്യങ്ങളും എടുത്തു പറഞ്ഞ് ഇന്ത്യയോട് എന്തോ ഒലിപ്പീര. ഇന്ത്യയോടുള്ള പ്രണയം വല്ലാതെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ നവാസ് ഷെരീഫിന്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന വല്ലാതെ ശ്രദ്ധേയമായിരുന്നു, വൈറലാകുകയും ചെയ്തിരുന്നു. പാകിസ്ഥാനെ നോക്ക്, അതേപോലെ തന്നെ ഇന്ത്യയെയും നോക്ക്. ഇന്ത്യ എത്ര ഉയരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു, ഇന്ത്യയുടെ വികസനം എത്ര വേഗത്തിലാണ്, ഇന്ത്യയുടെ വളർച്ച വല്ലാതെ ദീർഘിച്ചു പോകുന്നു. അങ്ങനെ ഇന്ത്യ ദീർഘമായി വളരുമ്പോൾ നമ്മളാകട്ടെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും തീവ്രവാദത്തിലും ഭീകരതയിലും പരസ്പരം കൊല്ലുന്നതിലും കൊല്ലപ്പെടുന്നതിലുമാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭാരതത്തിലേക്ക് നോക്ക്, എന്നിട്ടൊന്ന് പഠിക്കുക എന്ന് പറഞ്ഞു. ഇപ്പോ പാകിസ്ഥാന്റെ അവസ്ഥ നമുക്കറിയാം. പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പില് വിജയം നേടിയതായി അവകാശപ്പെട്ട നവാസ് ഷെരീഫിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കുക. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണെന്നായിരുന്നു മുൻ പ്രധാനമന്ത്രിയുടെ വാദം. സർക്കാർ രൂപീകരിക്കാൻ സ്വതന്ത്രരുടെ പിന്തുണയും നവാസ് തേടി. വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാണ്ട് 24 മണിക്കൂർ പിന്നിട്ട സമയത്ത് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു നവാസിന്റെ പ്രഖ്യാപനം. എന്നാൽ എത്ര സീറ്റുകളാണ് PMLN ലഭിച്ചത് എന്ന് നവാസ് ഇതുവരേക്കും വെളിപ്പെടുത്തിയിട്ടില്ല. ലാഹോറിൽ നിന്നും മത്സരിച്ച നവാസ് ഷെരീഫ് വിജയിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. 55,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നവാസിന്റെ വിജയം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം നവാസിന്റെ പാർട്ടി 61 സീറ്റുകളിലാണ് വിജയിച്ചിട്ടുള്ളത്. പാകിസ്ഥാനിലെ 265 സീറ്റുകളിലേക്കായിരുന്നു മത്സരം നടന്നത്. കേവല ഭൂരിപക്ഷത്തിന് 133 സീറ്റുകൾ ആവശ്യമാണ്. നവാസിന്റെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഒരു പാർട്ടിയും കേവല ഭൂരിപക്ഷം നേടാത്ത സാഹചര്യത്തിൽ സഖ്യ സർക്കാർ രൂപീകരിക്കുന്നത് ചർച്ച ചെയ്യുമെന്ന് നവാസ് ഷെരീഫ് വ്യക്തമാക്കി. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെയും ജാമിയത്തുലമ ഇസ്ലാമിന്റെയും പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് നവാസിന്റെ പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. രാജ്യത്ത് വിജയം നേടിയവരുടെ പട്ടികയിൽ കൂടുതലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടി ചിഹ്നമായ ക്രിക്കറ്റ് ബാറ്റിന് അനുമതി ലഭിക്കാത്തതുകൊണ്ട് പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് അംഗങ്ങൾ പലരും സ്വതന്ത്രരായിട്ടായിരുന്നു മത്സരിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളിൽ 55 പേരും വിജയിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയും ചെയ്തു. ഇതുവരെ 139ഓളം മണ്ഡലങ്ങളിലെ ഫലമാണ് കമ്മീഷൻ കൃത്യമായി പ്രഖ്യാപിച്ചത്. ഏതു മനുഷ്യനും ഏത് രാജ്യത്തിനും വേണ്ടത് സമാധാനമാണ്. സമാധാനത്തോടെ സന്തോഷത്തോടെ ഉള്ള കഞ്ഞിയാണെങ്കിലും ശരി, കാടിയാണെങ്കിലും മൂടിക്കുടിക്കുക എന്ന് പറഞ്ഞതുപോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്കിടയിൽ ഭീകരവാദവും തീവ്രവാദവും തന്നെയുമല്ല പരസ്പരം കൊല്ലുക, കൊല്ലപ്പെടുക, തകർക്കുക, ബോംബ് പൊട്ടിക്കുക, സ്ഫോടനങ്ങൾ നടത്തുക, ഇതൊന്നും എല്ലാ കാലവും വിജയിക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ ചിന്തിക്കുന്നു എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത്. അതുകൊണ്ട് അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനാണ് താല്പര്യമെന്നും ഈ കൊള്ളയും കൊള്ളിവയ്പും കൊലയും പൊട്ടിത്തെറിയും ഒന്നും തങ്ങൾക്ക് താല്പര്യമില്ല എന്നും പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തായിരുന്നാലും ഭീകര കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ചില്ലാതാക്കാൻ അജ്ഞാതനും പുറകെയുണ്ട്. ഒന്നാമതേ ഗർഭിണി അല്ലെങ്കിൽ ദുർബല, അല്ലെങ്കിലേ ദുർബല, ഒന്നുമല്ലെങ്കിൽ ഗർഭിണി എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാൻ അല്ലെങ്കിൽ തന്നെ ദാരിദ്ര്യത്തിന്റെ നെറുകയിലാണ് ജീവിക്കുന്നത്. അന്ധകാരവും ദാരിദ്ര്യവും പാകിസ്ഥാനെ വല്ലാതെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭീകരവാദത്തിന് വല്ല കുറവുമുണ്ടോ? തീവ്രവാദത്തിന് വല്ല കുറവുമുണ്ടോ? തീവ്രവാദം വിതച്ച്, ഭീകരത വിതച്ച് രാജ്യത്തിന്റെ തകർച്ച കൊയ്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. എന്നാൽ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ട് ആ ജനാധിപത്യത്തിനെതിരെ മതാധിപത്യത്തെ കൊണ്ടുവരുന്നതിനു വേണ്ടി പാകിസ്ഥാന് ജയ് വിളിക്കുന്ന
കേടുകെട്ട കുറെ മനുഷ്യരുടെ കൂടെ ഭാരതമായി മാറിയിരിക്കുന്നു ഇത്. എന്നാൽ രഹസ്യമായി നടന്ന ഭീകര കേന്ദ്രങ്ങളൊക്കെ അടിച്ച് തകർക്കുന്ന തിരക്കിലാണ് ഈ ഇലക്ഷന്റെ സമയത്തും അജ്ഞാതർ. കാരണം ഇന്ത്യക്ക് ഭീഷണിയായി ഏത് രാജ്യത്ത് ഏത് മുക്കിലും മൂലയിലും ആര് വന്നാലും ശരി, അവർക്കിട്ട് നല്ല കിണ്ണം കാച്ചിയ പണി കൊടുക്കാൻ അജ്ഞാതർ പുറകെയുണ്ട്. നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കേരളത്തില് ബംഗാളിയെ കണ്ടാലും ഒന്ന് ഭയക്കുന്നു. എന്താ കാരണം? എങ്ങാനും NIA-ക്കാരാണോ? കാരണം മുമ്പ് NIA പണി കൊടുത്തത് അങ്ങനെയാണ്. അതുപോലെ പാകിസ്ഥാനികൾ ഇതിന് അജ്ഞാതനാണോ? ആരെ കണ്ടാലും ഭയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറുകയും ഇന്ത്യയിലെ സൈനിക താവളങ്ങൾ പോലും ആക്രമിക്കുകയും ചെയ്ത പാകിസ്ഥാന് ഈയിടെയായി നമ്മുടെ രാജ്യം ചുട്ട മറുപടി സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെ നൽകിയിരുന്നു. അതായത് ഇനിയും ഇന്ത്യയെ ചൊറിഞ്ഞാൽ ഇന്ത്യ അതിർത്തിക്ക് പുറത്ത് അല്ലെങ്കിൽ നിയന്ത്രണ രേഖ വരെ എത്തുകയുള്ളൂ പിന്നാലെ എന്ന ഒരു പാകിസ്ഥാന്റെ ധാരണ മാറിക്കിട്ടി. ഇന്ത്യയെ ചൊറിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചാൽ തീർച്ചയായും പാകിസ്ഥാന്റെ ഏതറ്റം വരെയും കടന്നു ചെല്ലാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയും, അതിനവർ ശ്രമിക്കുകയും ചെയ്യും എന്ന സന്ദേശം ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനും പാകിസ്ഥാൻ പട്ടാളത്തിനും വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ പക്ഷേ പാകിസ്ഥാനെതിരെ ഇന്ത്യ എന്തെങ്കിലും ചെയ്താൽ കേരളത്തിൽ ഇനിയും ഹർത്താലുമായിട്ട് എങ്ങാനും പാകിസ്ഥാൻ പ്രേമികൾ വരുമോ? പൊട്ടിത്തെറിക്കാൻ വരുമോ? അതല്ലെങ്കിൽ ഒരു സംറ കൺവെൻഷനിൽ നമ്മുടെ ഡൊമിനിക് മാർട്ടിൻ സ്ഫോടക വസ്തുക്കളൊക്കെ വെച്ച് 4 സ്ഥലം തെറിപ്പിക്കാൻ പ്ലാൻ ചെയ്തതുപോലെ കേരളം തെറിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആളുകളെ ഒക്കെ ഇക്കഴിഞ്ഞ ദിവസമാണ് NIA പൊക്കിയെടുത്തത്. അതുപോലെ കേരളത്തിൽ ഇനി പോപ്പുലർ ഫ്രണ്ടുകാർ ഹർത്താൽ നടത്തുമോ? SDPI-ക്കാർ പ്രകടനങ്ങൾ നടത്തുമോ? കാരണം പാകിസ്ഥാനാണ് നമ്മുടെ എല്ലാം. തുർക്കിയിലെ അധികാരിയായ അബ്ദുൽ മജീദിനെ സ്ഥാനഭ്രഷ്ടനാക്കിയതിന്റെ പേരിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രകടനങ്ങൾ നടത്തി ഒടുവിൽ കാക്കാമാർ മാപ്പിള ലഹള വരെ കൊണ്ടുവന്ന് എത്തിച്ച 1921 നമ്മൾ ആരും മറന്നിട്ടില്ല. ഒരിക്കൽ കൂടെ ഇനിയും പാകിസ്ഥാനു വേണ്ടി നമ്മുടെ നാട്ടിലെ ഭീകരവാദികൾ 1921 ആവർത്തിക്കുമോ? ഇനി ആവർത്തിച്ചാൽ തന്നെയും പഴയ സാഹചര്യത്തിലാണോ ഇന്നത്തെ ഹിന്ദുക്കൾ? കേരളത്തിലെ ക്രിസ്ത്യാനികൾ കൊല്ലാൻ വേണ്ടി കഴുത്ത് നീട്ടി ഇറച്ചി കുറ്റിയിൽ വെച്ചു കൊടുക്കുമോ? വെട്ടിക്കൊന്നിട്ട് നിങ്ങൾ സമാധാനം കിട്ടുമെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് വെട്ടാൻ കൈ പൊക്കുന്നതേ കാണൂ. അവരുടെ കുതികാല് വെട്ടിയിടാൻ ഇന്ന് കേരളത്തിന്റെ മതേതരത്വത്തെ ഉണർത്തി കഴിഞ്ഞു. അതിർത്തിയിൽ ഇപ്പോൾ വലിയ രീതിയിൽ പരിശീലന കേന്ദ്രങ്ങളും ടെറർ ലോഞ്ച് പാഡുകളും പാകിസ്ഥാൻ സ്ഥാപിക്കാറില്ല. പക്ഷേ രഹസ്യമായി ഇപ്പോഴും പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീരിൽ ഭീകരവാദികളെ പരിശീലിപ്പിക്കുന്നുണ്ട്, അവരെ അവിടെ പാർപ്പിക്കുന്നുണ്ട്. അത്തരം ചില സംഘടനകൾക്ക് എല്ലാവിധ രാജ്യത്ത് പട്ടിണിയാണെങ്കിലും അവർക്ക് പ്രശ്നമല്ല, അവർ ഭീകരതയെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഭീകരവാദികളെയും തീവ്രവാദികളെയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, പെരുക്കിക്കൊണ്ടേയിരിക്കും. തിന്നാനില്ലെങ്കിലും ഉടുക്കാനില്ലെങ്കിലും കുടിക്കാനില്ലെങ്കിലും കിടക്കാൻ പാർപ്പിടമില്ലെങ്കിലും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയാലും വിദ്യാഭ്യാസവും വിവരവും വെള്ളിയാഴ്ചയും ഒന്നുമില്ലെങ്കിലും ശരി, ഭീകരതയ്ക്ക് ഒരു കുറവും ഉണ്ടാകില്ല. പാകിസ്ഥാൻ സർക്കാർ ചെയ്യുന്നുണ്ട്. അവരെ തരം കിട്ടിയാൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് അവർ നുഴഞ്ഞു കടത്തി വിടുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ അടുത്ത കാലത്തായി ചില നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായും ഇന്ന് പ്രചരിക്കുന്ന ചില വാർത്തകൾ അത് വളരെയധികം കൗതുകകരമാണ്. കാരണം പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീരിലെ ചില ഭീകര ഹൈഡൌട്ടുകൾ, ഭീകര ലോഞ്ച് പാഡുകൾ, അതായത് ഭീകരരെ ഈ ജെയ്ഷെ മുഹമ്മദ്, അതുപോലെ തന്നെ ലഷ്കർ ഇ ത്വയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ പ്രധാനപ്പെട്ട ഭീകര സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് അവിടെ പരിശീലിപ്പിച്ച് ഇന്ത്യക്കകത്തേക്ക് നുഴഞ്ഞു കയറ്റി വിടുക. ഇതാണ് ഭീകര ലോഞ്ച് പാഡുകൾ ചെയ്യുന്നത്. ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ. കാരണം ഇന്ത്യയുടെ വളർച്ച ആര് സഹിച്ചാലും ശരി പാകിസ്ഥാൻ സഹിക്കില്ല. ആ ഇന്ത്യയെ തകർക്കണമെങ്കിൽ നഞ്ചെന്തിന് നന്നാഴി എന്ന് ചോദിക്കുന്നത് പോലെ ഒരു പാകിസ്ഥാൻ ഭീകരൻ മതിയാകും. അവരെ നുഴഞ്ഞു കയറ്റി വിടുകയാണ് ഇന്ത്യയിലേക്ക്. നമ്മള് കാപ്പാൻ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടില്ലേ? ചെറിയ ജീവികൾ, അതിന് എത്ര വലിയ ഭീകരമായ നാശം വിതയ്ക്കാൻ കഴിയും. അതുപോലെ അതിനേക്കാൾ ഭീകരരാണിവർ.
ഭീകരരെ പരിശീലിപ്പിക്കുക, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇത്തരം ഭീകര ലോഞ്ച് പാഡുകളെ ആണ് സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നത്. പിന്നീടും രഹസ്യമായി ഈ ഭാഗങ്ങളിൽ ചില ലോഞ്ച് പാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇന്ത്യക്ക് വിവരം ലഭിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീരിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ ചില ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതായത് ട്വിറ്ററിലടക്കം പ്രചരിച്ചു വരുന്ന ഈ ദൃശ്യങ്ങളിൽ വലിയ കെട്ടിടങ്ങൾ, അതായത് ചില കെട്ടിടങ്ങൾ ഭീകര ലോഞ്ച് പാഡുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചില കെട്ടിടങ്ങളിൽ വൻതോതിൽ അഗ്നിബാധ ഉണ്ടാവുകയാണ്. പാക് ഒക്കുപൈഡ് കശ്മീരിൽ നടക്കുന്ന സംഭവമാണ്. തീർച്ചയായും ഇവിടുത്തെ വീടുകളിലൊക്കെ മരം കൊണ്ടുണ്ടാക്കിയ വീടുകളാണ്. ഈ വീടുകളിൽ വലിയ അഗ്നിബാധ നടക്കുന്നുണ്ട്. ചില വീടുകളിൽ നിന്നൊക്കെ സ്ഫോടനം കണക്കെ പുക ഉയരുന്നുണ്ട്, തീഗോളം ഉയരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നത്. അതായത് ഇതൊക്കെ പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീരിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങളായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം രാത്രി ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങൾക്ക് വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ തീ പിടിക്കുകയായിരുന്നു എന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത. തീർച്ചയായും ഇത് പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീരിൽ കടന്നു കയറി ഏതോ അജ്ഞാത സംഘം നടത്തിയതാണ് എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്ത. അതായത് ഇന്ത്യക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്യാൻ കൈ ഉയർത്തിയാലും ശരി, അത് താഴ്ത്തിയിടാൻ, ആ കൈ വെട്ടാൻ, ഇനി ഒരിക്കലും ഇന്ത്യക്കെതിരെ കൈ ഉയർത്താതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് കൃത്യമായും അജ്ഞാതർ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ട് പിന്നാലെയുണ്ട്. ചെറിയ ചെറിയ വീടുകൾ കേന്ദ്രീകരിച്ച് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുകയും ആ രൂപത്തിൽ പൊട്ടിത്തെറിക്കാൻ വേണ്ടി മനുഷ്യനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭീകര സംഘം ചെറിയ ചെറിയ ടെന്റുകൾ ഉണ്ടാക്കി പാകിസ്ഥാനിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സ്വപ്നം കണ്ട് തകർച്ച പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ തകർച്ച അവര് പോലും അറിയാതെ അതുക്കും മേലെ അജ്ഞാതർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായില്ലേ? നന്ദി.